നമസ്കാരം. ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. മിനി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നട അടഞ്ഞു കിടക്കുന്ന സമയത്ത് തൊഴാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം പറയാം. ഇത് സാധാരണ പലർക്കും ഉള്ള ഒരു സംശയം തന്നെയാണ്. പലരും അവിടുന്നും ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ രീതിയിൽ കേട്ടിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ എത്തുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ നട അടഞ്ഞു കിടക്കുകയാണ്. എന്തെങ്കിലും പൂജകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നട അടയ്ക്കുക. അപ്പം അങ്ങനെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നട തുറന്നിട്ട് തൊഴുതതിന് ശേഷമേ നമ്മൾ അവിടെ നിന്ന് പോരാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലുണ്ട്, നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് നടയടച്ചത്, അപ്പോഴും നമ്മൾ അവിടെ നിന്ന് പോരാൻ പാടില്ല. നട തുറന്ന് തൊഴുതതിന് ശേഷം മാത്രമേ പോരാനായിട്ട് പാടുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതിപ്പോഴേ നമ്മളൊരാളുടെ വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ളവർ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറയൂലോ, ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയൂലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിലും നട അടയ്ക്കുക ഒന്നെങ്കിൽ ഭഗവാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം മാത്രമേ അവിടുന്ന് പോരാനായിട്ട് പാടുള്ളൂ എന്ന് പറയാറുള്ളത് കേട്ടോ. അത് ഭഗവാന്റെ അടുത്തുള്ള നമ്മളൊരു മര്യാദ എന്നും കൂടെ പറയില്ലേ, അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെയാണ് നട അടച്ച്, അതായത് ക്ഷേത്രം അടയ്ക്കും രാത്രിയിൽ. ആ ഒരു സമയത്ത് പിന്നെ നമ്മളവിടെ കാത്തിരിക്കണ്ട, ആ സമയത്ത് പോകാം. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ തൃപ്പതിയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ പോരാട്ടോ, പിന്നെ അവിടെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. നട അടച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മൾ തൊഴാനായിട്ട് പാടില്ല, അവിടെ നിന്ന് തിരികെ പോരാനായിട്ട് പാടില്ല. നട തുറന്നിട്ട് തൊഴുതതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ നിന്ന് പോരാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇതിനോടൊപ്പം തന്നെ വരുന്ന വേറൊരു ചോദ്യം, നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ യാത്ര പോകുകയാണ്, പോകുന്ന വഴിക്ക് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വെറുതെ ഇങ്ങനെ തൊട്ടുനിറയിൽ വെക്കും, പോകുന്ന വഴിക്ക് കേട്ടോ, അവിടെ ഇറങ്ങി ചെന്നിട്ടല്ല. അപ്പോഴും അവിടെ നട അടഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെ തൊഴുത് പോകുന്നത് കൊണ്ടൊന്നും വിരോധമല്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പരിചയക്കാർ ആരെങ്കിലും കണ്ടു എന്ന് വിചാരിക്കുക, നമ്മളൊരു ഹായ് പറയും അവരുടെ അടുത്ത്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും വീടുകൾ ഉണ്ടെങ്കിൽ അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളവരെ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ടൊന്ന് വിഷ് ചെയ്യും. അത്രയേ ഉള്ളൂ. നമ്മളവരെ കണ്ടു അല്ലെങ്കിൽ നമ്മളവരെ ഒന്ന് ബഹുമാനിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം നട അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിലും അവിടെ ഒരു ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് തൊട്ടുനിറയിൽ വെച്ചതുകൊണ്ട് ഒന്നും വിരോധമല്ല കേട്ടോ. ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നട അടച്ച് കിടക്കുകയാണെങ്കിലാണ് നട തുറന്നതിന് ശേഷം തൊഴുതിട്ട് വരണം എന്ന് പറയണത്.